ആദ്യം നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടൊന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് സർക്കിട്ട് പോകാൻ. സർക്കിട്ട് പോകാനാ? ഇപ്പോഴോ? ഞാനങ്ങൂല്ല. ഇല്ലേ നിനക്ക്? പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോണു? ഓ അപ്പൊ അത് ശരി. എടാ പോത്ത് നിനക്ക് ബോധമില്ല. എടാ അത് അവളുടെ കണ്ണിൽ വല്ല കരണ്ടും പോയതായിരിക്കും. അവിടെ കരഞ്ഞൊന്നുമല്ല, അവൾക്ക് എന്നോടൊന്നുമില്ല. ഞാൻ കണ്ടതാ അവള് കരയുന്നത്. എടാ നീ മരത്തിൽ നിന്ന് വീണെന്ന് പറഞ്ഞപ്പോൾ നീ രക്ഷപ്പെടരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഓടി വന്നവനാണ് ഞാൻ. അറിയോ നിനക്ക്? എനിക്കിപ്പോ മരിക്കണ്ടായിരുന്നു മുത്തശ്ശ. എനിക്ക് മുത്തശ്ശന്റെ ഒക്കെ പ്രായമാകുമ്പോ മരിച്ചാ മതി. ഓ അങ്ങനെ. എടാ ഈ നല്ല മനുഷ്യരെ ദൈവം നേരത്തെ വിളിക്കും. നീ കേട്ടിട്ടുണ്ടോ? എന്താ കാര്യം? എന്താ കാര്യം? ആ പറഞ്ഞുതരാം. അതായത് ഈ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരൂല, മുടി നരക്കൂല, തൊലി ചുളുക്കൂല, അങ്ങനെ തന്നെ ഇരിക്കും. ആ എനിക്ക് അബദ്ധം പറ്റി തന്നെ. കുറച്ച് നേരത്തെ മരിക്കണോ ചെറുപ്പിട്ടിരുന്നാണ്. മുസ്തു? എടാ മുസ്തഫ. ഏതാടാ ചുള്ളിക്കമ്പ്? മുത്തശ്ശ മുസ്തഫ. ഏതാടാ ഉണക്കക്കമ്പ്? എടാ ഇവന്റെ മുത്തശ്ശൻ. ഓ മറ്റേ സർക്കിട്ട്. സർക്കിട്ട് മുത്തച്ഛൻ. അപ്പൊ മുത്തച്ഛനാണ് സംഭവിച്ചത്. വൈശാഖ സ്വന്തം ശവത്തിന്റെ പുറകെ ഇങ്ങനെ മണത്ത് കിടക്കുന്നത് പോക്കണക്കിടാടാ. ഇവിടെ എന്തൊക്കെ പരിപാടിയുണ്ടെന്ന് അറിയോ നിനക്ക്? എന്ത്? എന്താ എന്തെന്ന്? അപ്പൊ ഇയാള് മരിച്ചല്ലേ? അതിന് മരിച്ചെന്ന് വെച്ച് നമുക്ക് എന്താ കള്ളു കുടിക്കണ്ടേ? ഈ ജീവിച്ചിരിക്കുന്നവരുടെ രുചിയും സുഖവും ലഹരിയൊക്കെ അവരറിയാതെ നമുക്ക് കട്ടെടുക്കാൻ പറ്റും. അപ്പോ അവര് പറയും ഇതിനൊരു രുചിയില്ലല്ല. ഇന്ന് എത്ര കഴിച്ചിട്ടോ ഒന്നും ആയില്ല. കൊച്ചുമരക്ക് ഇങ്ങോട്ട് വന്നല്ലേ, ഒരെണ്ണം കൂടി അടിയടാ. ഞങ്ങൾ ഇന്ന് തന്നെ പോവാ. ഓ സർക്കിട്ട്. എടാ വൈശാഖ നിനക്കെന്താ വട്ടായ? ജീവിച്ചിരിക്കുമ്പോ അവൾക്ക് എന്നോട് തോന്നാത്ത മരിച്ചുമ്പോ എന്നോട് തോന്നിയെന്നാ നീ പറയുന്നത്. സംഭവം ശരിയാ. അവരെ കാണാനും അവര് പറയുന്നത് കേൾക്കാനും ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ ഇത് വേറെ ലോകമാ. നീ പറയുന്ന പോലെ നടക്കൂല. എന്താടാ അങ്ങനെ അവളെ ഇവനെ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആണെങ്കി ഇപ്പൊ എന്താ? അയ്യോ എന്താ മുത്തശ്ശ? സുകുമാരൻ ക്ലാസ് പാട്ട് കേട്ടോ? പാട്ടാ? ആ അതിനെനിക്ക് 2 കുപ്പി ചെല്ലണം. ഇതിനകത്ത് ആരോണ്ട് അകത്തിരിക്കുന്നു. സുഖമായിട്ടെന്റെ ചത്തുപോയതെന്ന മനോഹരൻ. നിങ്ങളൊന്ന് ചുമ്മാ മനോഹര, നിന്റെ പോലെ ഇന്നും കേൾക്കാൻ വന്നിട്ടുണ്ടല്ലോ. നാണം കെടുത്താനായിട്ട് ഇവൻ ജനിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഗുണം പിടിക്കൂലെന്ന്. അപ്പൊ നമ്മൾ പറയുന്നവർ കേൾക്കാൻ പറ്റൂ? കക്കാൻ പോലെ സുമാരൻ ചെറിയ പേടി കാണും. അതുകൊണ്ടാ കേൾക്കാൻ പറ്റും. വലിയ പേടി കാണാനും പറ്റും. ഒരു സഞ്ചിയും കൂടി എടുക്കായിരുന്നു. ഇതിലേക്ക് വിചാരേ ഇതൊന്നും ആരും കാണില്ലെന്നാ. പാട്ടുണ്ടോ? കാണാൻ പറ്റില്ല. മുത്തശ്ശ ഇവര് നമ്മളെ കാണുവാണെങ്കിൽ ഇങ്ങനെ കളറായിട്ട് തന്നെയല്ലേ കാണുക? ജീവിച്ചിരിക്കുന്ന ഒരു മണ്ടന്മാരടാ. അവര് നമ്മള് വെള്ളയും വെള്ളയിട്ടേ കാണുള്ളൂ. മുത്തശ്ശ നമ്മൾ എങ്ങനെ ഫിദയുടെ വീട്ടിൽ പോകുന്നേ? ഇങ്ങനെ കണ്ണടച്ചിട്ട് ഫിദയുടെ വീട് എന്ന് പ്രാർത്ഥിച്ചാൽ മതി? അതോ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ
ഓടിച്ചെന്ന് പറന്നു നിന്നിട്ട് ഫിദയുടെ വീട് എന്ന് പറഞ്ഞ ഫിദയുടെ വീട്ടിലെത്തൂ. കഴുത പട. ഇത് എപ്പ നടന്നെത്താനാ? മോനെ ഏ? നീ വന്നാ അവനിന്ന് എത്തിയുള്ളൂ. എന്തു പറ്റിയതാടാ? ഒരു മരത്തേന്ന് വീണതാ. സൂക്ഷിക്കണ്ടാ നീ. ആ എന്തായാലും നല്ല സമയം. വാ വാ. മുത്തശ്ശ, മുത്തശ്ശ, ആ ഈ ജീവിച്ചിരിക്കണവരെയും മരിച്ചവരെയും നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് എളുപ്പമല്ലടാ. ഈ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിച്ച് ചിരിക്കാതെയും സന്തോഷിക്കാതെയും മുഖം വീർപ്പിച്ച് നടക്കുന്നവരെ കണ്ട വിചാരിച്ചോ അവര് മരിച്ചിട്ടില്ല. എന്നാ ജീവിതത്തെ പറ്റിയ അബദ്ധങ്ങളെ ഓർത്ത് സ്വയം കളിയാക്കി ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നവരുണ്ടോ അവര് മരിച്ചവരാ നമ്മളെ പോലെ. ശരിയാ. അയ്യോ മുത്തശ്ശ, ഈ ജീവിച്ചിരിക്കണവരെ ഇട്ടിട്ട് പോലെ. പൊട്ട, അങ്ങനെയൊന്നും കേറാൻ പറ്റൂല. അപ്പൊ പിന്നെ ഇനി ആരെങ്കിലും വന്ന് തുറക്കണവരെ നമ്മൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കണോ? വരും. മരിക്കണ്ടത്. ഞാനെത്ര ഇത് തുറന്നേ? വേഗം കേറണേ. ഇവനെന്തേ കാണിക്കുന്നത്? ഇടിച്ച് വീണാലേ എന്തോ പറ്റിട്ടുണ്ട് അവന്. എന്താ ഉറങ്ങുവെന്ന് തോന്നുന്നു. ഉറങ്ങിയിട്ടില്ല. കണ്ടോ കണ്ടോ? എന്ത് കണ്ടാണ്? അത് നീ മുമ്പ് ഇവിടെ മറന്നിട്ടായിരിക്കും. അല്ല, ഇത് വെച്ചിട്ട് എന്ത്